പലരും എന്നെ വിളിച്ച് പറയുന്നൊരു വിഷമം, എന്റെ ഈ മെസ്സേജിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. നെഗറ്റീവ് എന്താണെന്നും പോസിറ്റീവ് എന്താണെന്നും ഒക്കെ പിടികിട്ടി. നമ്മുടെ ആരാധനാലയങ്ങളെല്ലാം ഇപ്പോൾ നെഗറ്റീവ് ആയിരുന്നതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോയാൽ നമ്മൾ കൂടുതൽ നെഗറ്റീവായി പോകും എന്ന വസ്തുവൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആരാധനാലയങ്ങളെല്ലാം നെഗറ്റീവ് ആകുന്നു എന്നതിന്റെ തെളിവുകളൊക്കെ നമുക്കിപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ എല്ലാം നല്ല വ്യക്തമായി വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഈ എന്റെ മെസ്സേജ് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ പലർക്കും ഞാൻ ഈ പറയുന്ന ലെവലിൽ കാര്യങ്ങൾ ചെയ്യണമെന്നും ജയിച്ച് മുന്നേറി വരണമെന്നും ആ സൃഷ്ടാവാൻ ദൈവമായിട്ട് അടുക്കണമെന്നും ഒക്കെ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. മെയിനായിട്ട് മനസ്സാണ് പ്രശ്നം. ഇപ്പൊ കൂടുതലും വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ, ഇപ്പൊ ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യ, അച്ഛൻ അമ്മമാർ, അമ്മായിയമ്മ, അമ്മായി അച്ഛൻ, മക്കൾ, ഇവരൊക്കെ പലതിലും പ്രേരിപ്പിക്കുകയും അല്ലെങ്കിൽ അവരുടെ നിർബന്ധപ്രകാരം പിന്നെയും ഈ ബാലിശമായ ശിശുക്കൾ ചെയ്യുന്ന പല തെറ്റുകൾ, ഹൈന്ദവ ആരാധന അല്ലെങ്കിൽ ഇങ്ങനെ പള്ളികളിലുള്ള പോക്ക്, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴും നമ്മൾ ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടി വരുന്നു. അപ്പൊ ഇത് പറ്റൂല എന്ന് പറയുമ്പോൾ വീട്ടിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളാണ് ഇപ്പോഴും അത് കൂടുതലായിട്ട് വിളിച്ചു പറയുന്നു. കാരണം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന അനുസരിച്ച് ഉള്ളിൽ തീക്ഷ്ണമായ ആഗ്രഹങ്ങളുണ്ട്. ശരിക്കും ആ ദൈവത്തെ മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. പക്ഷെ ഒട്ടുമേ സാഹചര്യങ്ങൾ പറ്റുന്നില്ല. അപ്പൊ ഇതിന്റെ വെച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്. ഇതിനെങ്ങനെ അതിജീവിക്കാം, ഇതെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആദ്യ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് കുറെ ശരികൾ മനസ്സിലായി, ഇല്ലെങ്കിൽ സത്യങ്ങൾ ഇതൊക്കെയാണെന്ന് തിരിച്ചറിവ് വന്നു, അതിനുള്ള അടയാളങ്ങൾ കിട്ടി, ചില അനുഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ബാക്കി മുന്നോട്ട് പോകാൻ സാഹചര്യങ്ങൾ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ കൂടെയുള്ളവർ സമ്മതിക്കുന്നില്ല, ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ സമ്മതിക്കുന്നില്ല, അറ്റാച്ച്മെന്റ് കാരണം. ഇങ്ങനൊരു അനുഭവം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ ഏറ്റവും കൂടുതൽ ശക്തമായ നെഗറ്റീവ് ശല്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവായി നിൽക്കുന്നു എന്ന സത്യം മനസ്സിലാക്കണം. നമ്മൾ വിചാരം നമ്മൾ ഭയങ്കരമായ ദൈവഭക്തി, ആ സൃഷ്ടാവാൻ ദൈവത്തെ തിരിച്ചറിയുന്നുണ്ട്, ആ ദൈവത്തെ മനസ്സിലാക്കി, വീട്ടിലുള്ള വേറെ ആരും അത് മനസ്സിലാക്കുന്നില്ല, ഇവരൊക്കെ ഇതൊന്നും തിരിച്ചറിയുന്നില്ല, പറഞ്ഞാൽ പോലും ഇവരൊന്നും അത് വിശ്വസിക്കുന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാനാണല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ അറിയാന്നുള്ള എനിക്കാണല്ലോ ദൈവമായിട്ട് നല്ലൊരു ബന്ധം, ഇപ്പൊ ഞാനാണല്ലോ പോസിറ്റീവ് എന്നാണ് എല്ലാരും കരുതുന്നത്. ഇത് ഒരു കണക്കിന് ശരിയാണ്. പക്ഷെ ഒരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പോസിറ്റീവായി ഇത്രയും കാര്യങ്ങൾ ഗ്രഹിച്ച നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളെയാണെന്നുള്ള സത്യം തിരിച്ചറിയണം. കാരണം നെഗറ്റീവായിട്ട് നിൽക്കുകയോ ആത്മവളർച്ച ഇല്ലാതെ നിൽക്കുകയോ ചെയ്യുന്നവരെ നെഗറ്റീവ് കൂടുതൽ ട്രാപ്പ് ചെയ്യാനോ പുറകോട്ട് പിടിക്കാനൊന്നും പോകില്ല. കാരണം അവന് തോറ്റു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ജന്മത്തിൽ എന്തായാലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ആ ദൈവത്തിന്റെ ആ ഹൈ ലെവലിലേക്ക് ആ വഴി എത്തിക്കഴിഞ്ഞു, കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും അതിലോട്ട് പോകരുത്. കാരണം നിങ്ങൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഇനി അതിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് ആ പോസിറ്റീവിലോട്ട് പോയിരിക്കും. അപ്പൊ പോസിറ്റീവിലോട്ട് പോകാതെ നെഗറ്റീവിലോട്ട് കൊണ്ടുപോയി പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ നരകം എന്ന ഡയമെൻഷനിലോട്ട് കറക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുന്ന നിങ്ങളെ കയ്യിൽ നിന്ന് മിസ്സാക്കാൻ ഇവര് സമ്മതിക്കില്ല. ഇവർക്കത് ഒട്ടും പറ്റൂല. ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഓക്കെ. പക്ഷെ കയ്യിലിരിക്കുന്ന സാധനം നഷ്ടപ്പെടുക എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളെ കയ്യിൽ ഒരു 50,000 രൂപയുണ്ട്, അല്ലെങ്കിൽ 1,00,000 രൂപയുണ്ട്. അപ്പൊ അത് നഷ്ടപ്പെടാതിരിക്കാനേ നമ്മൾ പെട്ടെന്ന് നോക്കുള്ളൂ. അപ്പം കൂടുതൽ 1,00,000 2,00,000 കിട്ടാൻ വേണ്ടി ആർത്തി പിടിച്ച് ഓടിയില്ലെങ്കിലും, അതിന്റെ ആവശ്യം വരുന്നില്ലെങ്കിലും കയ്യിലിരിക്കുന്നത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നൊരു സാധനം എല്ലാവർക്കും ഉണ്ട്. ഇതേപോലെയാണ് നെഗറ്റീവ് ശക്തികൾ. നിങ്ങളെയൊക്കെ കയ്യിൽ കിട്ടിയിരുന്നതാണ്. ആത്മവളർച്ച ഉണ്ട്, ആത്മാവിന് ബലമുണ്ട്. പക്ഷെ എങ്കിൽ ഇത്രയും നാളും ഇവരുടെ കയ്യിൽ ഇവരെ ട്രാപ്പ് ചെയ്ത് കുരുക്കി നമ്മളെ മനസ്സിനെയൊക്കെ പറ്റിച്ച് പിടിച്ചു വെച്ചേക്കായിരുന്നു. പക്ഷെ ഈ എന്റെ മെസ്സേജിൽ എന്നെ പോലെയുള്ള സൃഷ്ടാവ് ദൈവത്തെ കുറിച്ച് പറയുന്ന പലരും ഉണ്ടല്ലോ, അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾ ആ ശരിക്കുള്ള ദൈവത്തെ മനസ്സിലാക്കുകയും നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ ഭക്ഷണ രീതി ഇതിലെല്ലാം മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ നഷ്ടപ്പെടുകയും, അപ്പൊ അങ്ങനെയുള്ള നിങ്ങളെ ഇവർ മാക്സിമം തളർത്താനും പുറകോട്ട് പിടിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ ഒന്നാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ, വീട്ടിലുള്ളവർ തന്നെ നമ്മളെ മാക്സിമം നമ്മളെ തളർത്തുന്ന അനുഭവങ്ങൾ. ഇപ്പൊ നമ്മളായിട്ട് പുച്ഛിക്കുന്നു, കളിയാക്കുന്നു, കുത്തുവർത്താനം പറയുന്നു, ഭീഷണിപ്പെടുത്തുന്നു,
ചില ഒന്ന് രണ്ട് കേസുകൾ എന്നെ വിളിച്ചിട്ട് സ്ത്രീകളാണ്, ഭർത്താവ് ഡൈവേഴ്സ് വരെ ചെയ്യുന്നവരെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട്. കാരണം ഈ വിധ കാര്യങ്ങൾ പറയുകയും ഭർത്താവിന്റെ കൂടെ ബാലിശമായ പൂജകളും അല്ലെങ്കിൽ പള്ളിയിലും ഒക്കെ പോയി ഈ വിധ മതചടങ്ങുകളിലൊന്നും പോകാത്തത് കാരണം ഇങ്ങനെയുള്ള ഭാര്യ എനിക്ക് വേണ്ട എന്ന് വരെ പറയുന്ന ലെവലിൽ ഭയങ്കരമായ പീഡനങ്ങൾ വീട്ടിൽ അനുഭവിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സിമ്പിളാണ്. നിങ്ങൾ ആ പുള്ളിയെയും കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരെയും കൂടി നന്നാക്കി എടുക്കണം എന്ന മോഹത്താൽ ഉള്ള പ്രശ്നത്തിന്റെ പുറത്താണ് ഇതൊക്കെ രൂക്ഷമായി വരുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഇതങ്ങ് മനസ്സിലായി. ഞാൻ എന്റെ കഴിഞ്ഞ മെസ്സേജ് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയ ഈ സാധനം അല്ലെങ്കിൽ ഈ അറിവ് ജസ്റ്റ് ഒന്ന് പറയുക. കാരണം നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു, ആ ഹൈയിലോട്ട് പോകാൻ നമ്മുടെ ആത്മാവ് ആ ലെവലിലേക്ക് വരേണ്ട ഒരു ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞു, നമ്മൾ അതിലേക്ക് വന്നു. അപ്പൊ എന്റെ ഈ മെസ്സേജ് അല്ലെങ്കിൽ ഇതേപോലുള്ള മെസ്സേജുകൾ കേട്ടപ്പോഴല്ലേ നിങ്ങളുടെ ആത്മാവ് കുറച്ച് പവർഫുൾ ആയിട്ട് കൂടുതൽ ഇതിലേക്ക് ആകർഷിതമായി വരുന്നത്. അതേപോലെ ഈ വിധ അറിയിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ കേൾക്കുമ്പോഴാണ് ഈ ഉറങ്ങിക്കിടക്കുന്ന ആത്മാവ് ഒന്ന് ഉണരണത്, ഉയർന്നു വരുന്നത്. അപ്പൊ അത് നിങ്ങൾ അറിയിക്കുക, ജസ്റ്റ് ഇത് പറയുക. പറയുമ്പം ശരിക്കും നിങ്ങളുടെ ആ ഒരു തലത്തിലേക്ക്, ഒരു ഹൈ തലത്തിലേക്ക് വരാൻ പാകത്തിനുള്ള ആത്മാവാണെങ്കിൽ ആ ആത്മാവ് തന്നെ ഉണരും. ഉണർന്നിട്ട് ബാക്കി എന്ത്, അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ, ഇതിൽ എന്താണ് ശരി, ഇത് എത്രത്തോളം കറക്റ്റാണ്, എന്തെങ്കിലും അനുഭവം കിട്ടിയോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്കൊരു ഒരു ത്രില്ല് അല്ലെങ്കിൽ ഒരു ആകർഷണം ഈ പറയുന്ന കാര്യത്തിന്റെ ബാക്കി അറിയാനായിട്ട് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം അവരുടെ ആത്മാവും ഉറങ്ങിയത് ഉണർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അതേസമയം നമ്മളിത് പറയുമ്പോൾ ഇപ്പൊ ചിലരെന്നെ വിളിച്ചിട്ട് പറയും, കൂടുതലും സ്ത്രീകളാണ് ഈ അനുഭവങ്ങൾ പറയുന്നത്. ഭർത്താക്കന്മാരോട് പറയുമ്പോൾ ആദ്യമൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് പിന്നെ എനിക്കത് കേൾക്കണമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചോദിച്ച് ബാക്കി മെസ്സേജുകളൊക്കെ കേട്ടിട്ട് ശരിക്കും ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു കുടുംബത്തില് ആ ഭർത്താവ് ഭാര്യയും കൂടെ നിർബന്ധിച്ച് എന്നെ കാണാൻ വന്നിട്ടുണ്ട്. കാരണം ഭാര്യയാണ് റൂട്ടിൽ വന്നത്. പക്ഷെ ഈ അടുത്ത കാലത്താണ് ഭർത്താവ് ഇത് കേട്ടത്. ഭാര്യയുടെ അതിനെക്കാട്ടിലും മുകളിലേക്ക് ഭർത്താവിന്റെ ആത്മാവ് കയറി ഉണർന്നു. അത്രയും പവർഫുള്ളായിട്ട്. അപ്പൊ അത്രയും പവർഫുള്ളായ ആത്മാവ് ഉറങ്ങി നിൽക്കുകയായിരുന്നു. ഒരു വഴി കാട്ടാൻ, ഒരു നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഒരു ഗുരു ഇല്ലാതെ ആ ആത്മാവ് ഇതിനപ്പുറത്തോട്ട് എന്ത് അറിഞ്ഞൂടാതെ മുരടിച്ച് നിന്ന സമയത്താണ് ഭാര്യയിലൂടെ എന്റെ ചില മെസ്സേജ് കേട്ടത്. അപ്പോഴേക്കും ഭാര്യയുടെ ലെവലിനെക്കാട്ടി മുകളിൽ ഭർത്താവ് കയറി. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ ഭർത്താവിനോട് പറയുന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയുമ്പോൾ പുച്ഛിക്കുകയോ അയ്യോ നിങ്ങൾ വഴിതെറ്റി പോകുന്നു, ശരിക്കും നിങ്ങൾക്ക് ഭക്തി ഇല്ലാതായിപ്പോയി, ദൈവം അയ്യോ എന്ന് പറഞ്ഞ് പൂജയും മന്ത്രവും ഇല്ലെങ്കിൽ ഈ മതത്തിന്റെ ആചാര ചടങ്ങുകളിലേട്ടൊക്കെയാണ് കൂടുതൽ നിങ്ങളുടെ പാർട്ട്ണർ പോകുന്നുണ്ടെങ്കിൽ, ഇത് കേട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം നിങ്ങളുടെ ആത്മാവിന്റെ അത്ര ഉയർന്ന ആത്മാവല്ല. പിന്നെ നിർബന്ധിക്കാനോ കൂടുതൽ ഫോഴ്സ് ചെയ്യാനോ ഇതുകൊണ്ട് വിഷമം കൊണ്ട് നിങ്ങൾ കുത്തി സംസാരിക്കാനോ ഒന്നിനും പോകരുത്. കാരണം നിങ്ങളുടെ ആത്മാവിനെ ഇന്ന തലത്തിൽ എത്തിക്കണം എന്നുള്ളത് ആ ദൈവത്തിന്റെ അല്ലെങ്കിൽ അദൃശ്യ ശക്തികളുടെ പ്ലാനാണ്. അതനുസരിച്ച് വളർന്നു വന്ന ഒരു ആത്മാവാണ് നിങ്ങളുടെ ആത്മാവ്. അപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കാം, അവരുടെ ആത്മാവ് നിങ്ങൾ പോകേണ്ട അതേ തലത്തിൽ പോകേണ്ട ആത്മാവല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിലോട്ട് അവരാകർഷിച്ച് വരൂല. അതിനെക്കാട്ടി മുകളിലോട്ട് തലത്തിൽ പോകേണ്ടതാണെങ്കിൽ കൂടുതൽ ആർത്തിയോടെ വന്നിരിക്കും. അപ്പൊ വരാത്ത ആത്മാവ്, അപ്പൊ ആ ആത്മാവിനെ എങ്ങോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ആത്മാവ് എങ്ങോട്ട് പോകണം എന്നത് നമ്മുടെ പ്ലാൻ അല്ല. നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി, ഞാൻ എത്തി, ഞാൻ അറിഞ്ഞു, ഞാൻ പോകും. ഇത് മാത്രമേ മനസ്സിലായി. മക്കളെ പോലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, ഭർത്താവിനെ പ്രതീക്ഷിക്കരുത്, ഭാര്യയെ പ്രതീക്ഷിക്കരുത്, അച്ഛനെ അമ്മയെ ഒന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ അറിഞ്ഞു, എനിക്ക് കിട്ടി, ഞാൻ പോകേണ്ടടുത്ത് പോകും. ഇത് മാത്രമേ വെക്കാവൂ. പിന്നെ ഈ അറിവില്ലാത്ത കാലത്ത് ഇത്രയും ലെവലിൽ വരണതിന് മുന്നമേ നമ്മൾ ട്രാപ്പായി ചില കുടുംബത്തിൽ ചില കല്യാണങ്ങളൊക്കെ നടന്ന് ഇങ്ങനെ ആയിപ്പോയി. ഓക്കെ, അവിടെ ബുദ്ധിപരമായി നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് ദൈവത്തെ മനസ്സിലായി, നമുക്ക് കാര്യങ്ങൾ പിടികിട്ടി. ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കാൻ നോക്കണം. കാരണം ആദ്യം പറയണം. കാരണം നമ്മുടെ കൂടെ സഹകരിച്ച് അതേ ലെവലിൽ വരേണ്ട ആരെങ്കിലും ആ കുടുംബത്തിലോ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലോ ഉണ്ടെങ്കിലോ അപ്പൊ അവരുടെ ആത്മാവ് ഉയരട്ടെ. അപ്പൊ അതിനുവേണ്ടി ജസ്റ്റ് പറയുമ്പോൾ തന്നെ അവർ അംഗീകരിക്കുന്നില്ല, റിജക്ട് ചെയ്യുന്നു, നമ്മളെ വഴിയാണ് തെറ്റെന്ന് പറയുന്നു. അപ്പോഴും നിർത്തിക്കൊള്ളണം. പിന്നെ പ്രേരിപ്പിച്ചോ, ഇത് നമ്മുടെ ഒരു ആത്മാർത്ഥതയിൽ കൊണ്ട് പറ്റുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് ഈ ആത്മാർത്ഥത വന്ന് എനിക്ക് ഒരു വലിയൊരു സാധനം കിട്ടി എന്ന് പറഞ്ഞ സന്തോഷത്തിൽ ആ വ്യക്തിയെയും കൂടെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ ആ വ്യക്തിക്ക് അങ്ങോട്ട് വരണമെന്നോ അല്ലെങ്കിൽ ആ വ്യക്തി ആ ആത്മാവ് കൂടി വരണമെന്നോ
ദൈവം ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു അദൃശക്തികൾക്ക് പ്ലാൻ ഇല്ല. കാരണം പ്ലാൻ ഉണ്ടെങ്കിൽ അവര് കൊണ്ട് വന്നോളും. നമ്മളെന്ത് വെപ്രളപ്പെടുന്നു? ഇപ്പൊ നമ്മളെ കൊണ്ട് വരുത്തിച്ചത് ആരും നമ്മളെ കുത്തി തള്ളി ഇയാളുടെ മെസ്സേജ് കേട്ട് നോക്ക് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അല്ലല്ലോ. സാഹചര്യത്തിലൂടെ ഇങ്ങനെയുള്ള ആത്മീയകാലത്തിലോട്ട് നമുക്ക് ആകർഷണം വന്നു, പലതും കേട്ടു, അങ്ങനെ കേട്ടു, ഇങ്ങനെ കേട്ടു, യാദൃശ്ചികമായി എന്റേത് കേട്ടു, കൊള്ളാം എന്ന് തോന്നി, കൂടുതൽ കേട്ടു, ഒരുപാട് കാര്യം ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നിമിത്തത്തിലൂടെയല്ലേ വന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ജസ്റ്റ് കേട്ടപ്പോൾ നമുക്കായിട്ടൊരു ആകർഷണം തോന്നി, ബാക്കി കേൾക്കണം എന്ന് പറഞ്ഞ് ബാക്കി കേട്ടു, കൂടുതൽ അടുത്ത് പിന്നെ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ കൂടുതൽ വരുന്നു. നിങ്ങൾ അങ്ങനെയാണ് വന്നെങ്കിൽ അവരും അങ്ങനെയല്ലേ വരുള്ളൂ. നിങ്ങളെ ആരും നിർബന്ധിച്ചോ വിരട്ടിയോ ഭീഷണിപ്പെടുത്തിയോ നിരാശയോടോ കാലി പിടിച്ചോ താങ്ങിയൊന്നും അല്ലല്ലോ എന്റെ ആ മെസ്സേജിലോട്ടൊന്ന് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇതാണ് ദൈവത്തിൽ എന്ന് അറിയിച്ചു വന്നതെന്നും അങ്ങനെ അല്ലല്ലോ. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് സ്വതന്ത്രരല്ലേ. അതേപോലെ നിങ്ങളുടെ കൂടെയുള്ളവരും സ്വതന്ത്രരാണ്. ഇപ്പൊ നിങ്ങളെ ഒരു നിമിത്തം പോലെ എന്റെ മെസ്സേജ് കേട്ടു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടു, അതിലോട്ട് ആകർഷണം വന്നു. അതേപോലെ ഒരു നിമിത്തം പോലെ നിങ്ങളുടെ വായിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പറയുക, കൂടെ ഉണ്ട്, അറിയിപ്പ് കൊടുക്കുക. ഉദാഹരണം പറഞ്ഞ പണ്ടൊക്കെ ഈ സിനിമ നമ്മളെ വീടിനടുത്തൊക്കെ തിയേറ്റർ ഉണ്ട്. എന്റെ വീടിനടുത്തൊക്കെ കുറച്ച് പുറത്തുണ്ടായിരുന്നു. അപ്പൊ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു കാറില് ജീപ്പില് ചിലപ്പോ കാറില് മൈക്കിൽ കൂടെ ഇനി വിളിച്ചു പറയും, ഇന്ന ദിവസം ഇന്ന സിനിമ ഇന്ന സമയത്ത് തിയേറ്ററിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് നോട്ടീസ് എടുത്ത് ഇങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞു പോകും. അപ്പൊ ഞാനൊക്കെ ഓടിച്ച നോട്ടീസ് എടുത്ത് വായിച്ചൊക്കെ നോക്കും, ചെറുതിലെയാണ്. പക്ഷെ ഈ സിനിമ കണ്ടോളണം എന്നൊന്നും പറഞ്ഞൊന്നും അല്ലല്ലോ അവർ നോട്ടീസ് എറിയുന്നത്. കാരണം ഇങ്ങനൊരു സിനിമ ഇറങ്ങി, ഇതൊരു കാര്യമാണ്, ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് അവര് അറിയിപ്പ് കൊടുക്കുകയാണ് ചെയ്യണത്. അല്ലാതെ ഈ നോട്ടീസ് കിട്ടിയവരോ ഇത് മനസ്സിലാക്കിയവരോ എല്ലാവരും സിനിമയ്ക്ക് പറഞ്ഞുവന്ന സിനിമ തിയേറ്ററിലെ മുതലാളിയെ ആഗ്രഹിക്കില്ല. ഈ കാറിലോ അല്ലെങ്കിൽ വണ്ടിയിൽ വിളിച്ചു പറഞ്ഞു പോകുന്ന, അനൗൺസ് ചെയ്ത് പോകുന്ന അയാളും ചിന്തിക്കില്ല, അയാൾ മൈൻഡ് പോലും ചെയ്യില്ല. അയാൾ വിളിച്ചു പറയുന്നു, നോട്ടീസ് അറിയുന്നു, പൊയ്ക്കൊണ്ടേയിരിപ്പുണ്ട്. ഇതേപോലെ ആയിരിക്കണം നമ്മളും. നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു സൃഷ്ടാവാൻ ദൈവം ഒരു സിനിമ പോലെ റിലീസായി, യൂട്യൂബിലൂടെ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ റിലീസായി. പക്ഷെ അവരത് അറിഞ്ഞില്ല, കൂടെയുള്ളവർ അറിഞ്ഞില്ല. ചിലപ്പോൾ യൂട്യൂബോ അല്ലെങ്കിൽ കാണുന്ന വ്യക്തികളായിരിക്കില്ല, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ വേറെ പല കാര്യങ്ങളും കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മൾ ഈ സിനിമയുടെ അറിയിപ്പ് കൊടുക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. അവര് വേണമെങ്കിൽ വന്ന് സിനിമ കാണട്ടെ, അതേപോലെ വേണമെങ്കിൽ വന്ന് ബാക്കി കാണട്ടെ, അല്ലെങ്കിൽ വേണമെങ്കിൽ ബാക്കി ചോദിക്കട്ടെ. ഇതവര് ഇപ്പൊ സിനിമാ തിയേറ്റർ മുതലാളി ഇതേപോലെ നോട്ടീസ് എറിഞ്ഞ് അല്ലെങ്കിൽ ആ അനൗൺസ് ചെയ്ത് പോകുന്ന ആള് രണ്ട് സൈഡിൽ നോട്ടീസ് എറിയുന്നു, ആൾക്കാർ എല്ലാവരും വന്ന് എടുക്കുന്നു. വൈകുന്നേരം സിനിമ കാണാൻ വലിയ ആള് ഇല്ല, അല്ലെങ്കിൽ ആൾക്കാർ കുറഞ്ഞു. അപ്പം ഈ നോട്ടീസ് എടുക്കുന്ന പല വ്യക്തികളും ഈ പുള്ളി കാണുന്നുണ്ടായിരിക്കാം. അവരിപ്പോ നോട്ടീസ് എടുക്കുന്നു, ചിലരുടെ കയ്യിൽ നോട്ടീസ് കൊടുക്കുന്നു. ഇവരൊന്നും കാണാൻ വരുന്നില്ല എന്നും പറഞ്ഞ് അനൗൺസ് ചെയ്യുന്ന ആള് വിഷമിച്ചും കരഞ്ഞുകൊണ്ട് നടക്കും. ഇല്ല, ഇയാൾ ഈ പരസ്യം ചെയ്തതിന്റെ കൂലി മുതലാളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി. ആര് വന്ന് കണ്ടോ ആര് കണ്ടില്ലേ എന്ന് അയാൾ നോക്കൂല. ഇതേപോലെ നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് ദൈവം തരും. ഈ അറിയിപ്പം കൊടുത്തു കിട്ടിയാൽ മതി. അതിന്റെ പ്രതിഫലമാണ് വീട്ടിൽ മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ നിമിത്തം പോലെ എല്ലാം ഓക്കെ ആയി വരികയോ നിങ്ങളുടെ ആത്മാവ് ഉദ്ദേശിക്കുന്ന ഡയമെൻഷനിലോട്ട് പോവുകയൊക്കെ ചെയ്തോളും. പക്ഷെ ഒരിക്കലും നമ്മൾ ഇന്നാരൊക്കെ വന്നിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഈ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ഫോഴ്സ് ചെയ്യാൻ നോക്കും, ഇല്ലെങ്കിൽ കുത്തി സംസാരിക്കാൻ നോക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഒരുമാതിരി പിണക്കം പോലെ കാണിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അവരെ കളിയാക്കുന്നത് പോലുള്ള പ്രവൃത്തികൾ കാണിക്കും. ഇതൊക്കെ എന്തിനാണ് നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ അവരിതിൽ വരാത്തതിന്റെ വിഷമത്തിലൂടെ വരുന്ന പ്രതികരണങ്ങളാണ് ഇതെല്ലാം. എന്തിനു നിങ്ങൾ അവരെ വലിച്ചു കയറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു? അറിയിപ്പ് കൊടുത്തില്ലേ? അറിയിപ്പ് കൊടുത്തി, നോട്ടീസ് കിട്ടിയ ഉടനെ സിനിമ തുടങ്ങിയ നോട്ടീസ് കിട്ടിയല്ലോ, കയറിക്കോ, ഇപ്പൊ തന്നെ തിയേറ്ററിൽ വന്നോളാം എന്നും പറഞ്ഞ് നമ്മൾ അയാൾ അനൗൺസ് ചെയ്യുന്ന ആള് നോട്ടീസ് കൈപ്പറ്റിയവരെയൊക്കെ നിർബന്ധിച്ചൊന്നും തിയേറ്ററിൽ കൊണ്ടുപോകില്ലല്ലോ. വേണമെങ്കിൽ വന്ന് കണ്ടോളൂ. ഇതേപോലെ നിങ്ങൾ പറഞ്ഞു വിടുക. അതൊക്കെ ഓരോ ആത്മാക്കളെ കണക്കാക്കണം. ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഓരോരോ ആത്മാക്കൾ, അവരെല്ലാം സ്വതന്ത്രമായി വന്ന ആത്മാക്കൾ. അവർക്ക് അറിയിപ്പ് കിട്ടാനായിട്ടൊരു അവസരം എന്നിലൂടെ വന്നു. ഇനി ഞാൻ വന്നില്ലെങ്കിൽ ഇപ്പൊ നോട്ടീസ് മൈക്കിൽ കൂടെ വിളിച്ചു പറയുന്ന ആള് വിളിച്ച് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പോലും അറിഞ്ഞില്ലെങ്കിൽ പോലും ആ റോഡ് സൈഡിലൊക്കെ സ്റ്റെവറിലൊക്കെ ഇതേ സിനിമയുടെ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, പോസ്റ്ററിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ ഇത് കേട്ടില്ലെങ്കിലും പോസ്റ്റർ കണ്ടെങ്കിൽ അയാൾ മനസ്സിലായിക്കോളും തിയേറ്ററിൽ സിനിമ ഇറങ്ങി. ചിലപ്പോൾ വേറെ എവിടെയെന്നെങ്കിലും ഒരു അനൗൺസ്മെന്റ് കേട്ട് ഇയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഇവിടുത്തെ അനൗൺസ്മെന്റിനെ കേൾക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ നിങ്ങളുടെ വായിലൂടെ തന്നെ നിങ്ങളുടെ വീട്ടുകാരിത് കേൾക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കൊരു ഡ്യൂട്ടി കിട്ടി, അല്ലെ നിങ്ങളത് അറിയിക്കേണ്ട ഒരു ചുമതല വന്നു, ജസ്റ്റ് അറിയിക്കുന്നു. അറിയിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവർ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കൂടി മറ്റു അദൃശക്തികൾ അവരറിയിച്ചോളും. ഇപ്പൊ അനൗൺസ്മെന്റ് കേൾക്കാത്തവർ റോഡ് സൈഡിലെ പോസ്റ്റിലും
മതിലൊക്കെ പോസ്റ്റർ കണ്ട് സിനിമ ഇറങ്ങിയല്ലോ എന്ന് അറിയണത് പോലെ അവർ ഏതെങ്കിലും വഴി കൂടെ അറിയിക്കും. കാര്യം ഇയാളത് അറിയണമെന്നും ആ വ്യക്തി ദൈവത്തിന്റെ റൂട്ടിൽ വരണമെന്നും ആ പോസിറ്റീവിന്റെ ഹൈ തലത്തിലൊക്കെ പോകണം, അല്ലെ ഹൈ ലെവലിലോട്ടൊക്കെ പോകണം എന്നും ഒക്കെ മറ്റ് അദൃശ്യ ശക്തികളുടെ ആവശ്യവും ആഗ്രഹമാണ്. അത് ദൈവത്തിന്റെയും കൂടെ ആഗ്രഹമാണ്. ഇപ്പൊ ദൈവം ആഗ്രഹിക്കാതെ ഇവരുടെയൊക്കെ മനസ്സൊന്നും മാറാനൊന്നും പോണില്ല. നിങ്ങൾ എത്ര കിടന്ന് ഫോഴ്സ് ചെയ്താലും ആ ആത്മാവ് ഈ ഒരു തലത്തിലേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ യാതൊരു മാറ്റവും ആ വ്യക്തിക്ക് സംഭവിക്കില്ല. ഇതാദ്യം മനസ്സിലാക്കണം. പക്ഷെ നിങ്ങൾക്ക് പ്രശ്നം വരാതെ, നിങ്ങൾക്ക് തടസ്സം വരാതെ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നത് ഒരു പരീക്ഷണമായിട്ട് നിങ്ങളുടെ മുന്നിൽ തന്നിരിക്കുന്നതാണ്. അവിടെ നമ്മളെ രീതിയിൽ അതൊക്കെ ദൈവത്തിന്റെ കാര്യങ്ങൾ, അത് മറ്റേ അദൃശക്തിയുടെ കാര്യങ്ങളാണ്. അവർക്ക് വേണ്ടാത്തവരെ നമ്മളെങ്ങനെ വലിച്ചേറ്റിക്കൊണ്ടുവരും? നിങ്ങൾ വന്നു, നിങ്ങൾ കിട്ടി, നിങ്ങൾക്ക് ആ ഒരു സാധനം കിട്ടി, ഹാപ്പി. അത് വെച്ച് ദൈവത്തോട് നന്ദിയും പറയുക. ഇത് മാത്രമേ ചിന്തിക്കാവൂ. ഇനി എന്റെ മെസ്സേജിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, അവര് അമ്പലത്തിൽ പോകാൻ നിർബന്ധിക്കുന്നു, പള്ളിയിൽ പോകാൻ നിർബന്ധിക്കുന്നു. അപ്പൊ കുറ്റം അവരുടെ കയ്യിലാണ്. അവരുടെ അറിവില്ലായ്മയിൽ അവർ നമ്മളെ നിർബന്ധിച്ച് നമ്മൾ വഴിതെറ്റി പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് ദൈവാധീനം ഇല്ലാതായി പോകുമല്ലോ എന്ന വിഷമത്തിൽ ഉള്ളുരുകിയാണ് അവർ നമ്മളെ ആരാധനാ കേന്ദ്രങ്ങളിലും ചടങ്ങുകളിലൊക്കെ വലിച്ചെടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നത്. കാരണം അവരുടെ മനസ്സ് അത്രേ ഉയർച്ചയുള്ളൂ. ഇപ്പൊ ഒരു കൊച്ചു കുട്ടി എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചിട്ട് അമ്മ വന്ന് കാണ്, അച്ഛ വന്ന് കാണ്, ഞാൻ ചെയ്ത സാധനം കാണ് എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചുകുട്ടി വലിച്ച് എട്ടിക്കൊണ്ട് പോകുമ്പം ചിലപ്പോ 2 ഇലയോ 2 കമ്പോ കൊള്ളിയോ വെച്ച് എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചത് കാണിക്കാനായിരിക്കും കൊച്ചുകുട്ടി നമ്മൾ കിടന്ന് വിളിക്കുന്നത്. പക്ഷെ ആ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ ആ കൊച്ചുകുട്ടിക്ക് ഉള്ള കയ്യിൽ കിട്ടിയ ആ സാധനം, അല്ലെങ്കിൽ ആ ഉണ്ടാക്കിയ സാധനം എന്തോ വലിയ സംഭവം എന്ന് വിചാരിച്ചാണ് ആ കൊച്ചുകുട്ടി നമ്മളെ കിടന്ന് നിർബന്ധിച്ചു കൊണ്ട് പിടിക്കുന്നത്. അപ്പൊ നമ്മൾ 2 കമ്പും 2 കോലും ഒരു 2 ഇലയും വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയ സാധനം കാണാനാണ് നീ നമ്മള് കിടന്ന് വിളിച്ചതെന്ന് പറഞ്ഞാൽ കൊച്ചിനെ നിരാശപ്പെടുത്തൂല. നമ്മൾ തന്നെ അയ്യോ നല്ല രസമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊച്ചിനെ പ്രോത്സാഹിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ സഹകരിച്ചു കൊടുക്കും. ഇതുപോലെ നമ്മുടെ അത്രയും വളർച്ചയില്ലാത്ത മാതാപിതാക്കളോ ഭർത്താവോ ഭാര്യയോ ഒക്കെ അവർ ചെയ്യുന്നതും അവർ ഭക്തിയിൽ പോകുന്നതും അവർ പ്രാർത്ഥിക്കുന്ന ആ ദേവി ദേവനാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളായിട്ട് നിർബന്ധിക്കുമ്പോൾ ശരി ഓക്കെ ഞാൻ വരാം, നമ്മൾ അവരുടെ നിന്ന് സഹകരിച്ചു, അവരുടെ സന്തോഷത്തിന് വേണ്ടി സഹകരിച്ചു കൊടുക്കുക. അത് യാതൊരു തെറ്റ് നിങ്ങൾക്ക് വരാം. നിങ്ങളുടെ മനസ്സിന്റെ പവർ, നിങ്ങളുടെ ആത്മാവിന്റെ ബലം അനുസരിച്ചാണ് അവിടുത്തെ നെഗറ്റീവ് വന്ന് ശല്യം ചെയ്യണോ ശല്യം ചെയ്യണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ആ സൃഷ്ടാവ ദൈവം തന്നെയാണ്, വേറെ ഇതിന്റെ താഴോട്ടുള്ള ഒന്നിനെയും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന ദൃഢമായ ഒരു വിശ്വാസവും ഒരു വളർച്ചയും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഏത് അമ്പലത്തിൽ എവിടെ പോയാലും അവിടെ നിന്ന് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാൽ മതി. സൃഷ്ടാവ ദൈവത്തെ പ്രാർത്ഥിക്കുകയും അവിടുത്തെ നെഗറ്റീവ് ഒന്ന് ശല്യം ചെയ്യരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാൽ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ഏത് ആരാധനാ കേന്ദ്രത്തിൽ പോയാലും പ്രശ്നം വരൂല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ആത്മവളർച്ച വരാതെ അവിടെ പോയി നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എന്താണ് ഈ ആത്മവളർച്ച? ആ ആത്മവളർച്ചയാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തുക. ഈ ഒരു മൈൻഡ് സെറ്റിൽ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് അത്രയും ആത്മവളർച്ച വന്നു എന്നുള്ളതിന്റെ അടയാളം. ഇപ്പൊ നിങ്ങൾ അവർ വരാത്തതുകൊണ്ടും അല്ലെങ്കിൽ അവർ നിങ്ങൾ പറയണ പോലെ വിശ്വസിക്കാത്തതുകൊണ്ടും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര വിഷമം, ഞാൻ ഈ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ അവരൊന്നും മാനിക്കുന്നില്ല, അവർ വിശ്വസിക്കുന്നില്ല, എനിക്കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വിഷമം എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ആത്മവളർച്ച ഇല്ല എന്ന് ഞാൻ പറയണത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത്രയും കാര്യം പറഞ്ഞത്. നമ്മുടെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ പക്വതയും വളർച്ചയുമാണ്. നമ്മുടെ ഉള്ളിലുള്ള ദൃഢമായ ഒരു പ്രത്യേക ഒരുതരം രീതിയാണ്. അല്ലാതെ ഈ ഭക്തിയല്ല ഈ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആത്മീയമായ വളർച്ച ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമേ വരൂല. നിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു വിഷമവും വരൂല. അവര് എങ്ങനെ പോയാലും എന്തായാലും നമ്മൾ അറിയിച്ച് ബാക്കി അവരെ കാര്യം എന്ന് മനസ്സിലാക്കുന്ന ഒരു ബോൾഡ് മൈൻഡ് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് ആത്മീയ വളർച്ച വന്ന വ്യക്തിയായി. അതേപോലെ വീട്ടിലെ ബാക്കി കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം പോസിറ്റീവ് ആക്കി ആ ഒരു ലെവലിലേക്ക് എത്തിയാൽ നിങ്ങൾ ആത്മീയ വളർച്ച വന്ന് നിങ്ങൾ പോസിറ്റീവാണ്. ഇത് മനസ്സിനും ബലമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുമില്ല, ഭയങ്കര ഭക്തി എന്നിലൂടെയൊക്കെ ഈ സൃഷ്ടാവൻ ദൈവത്തെ കുറിച്ച് മനസ്സിലായി. ആ ദൈവത്തെയും പ്രാർത്ഥിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ആത്മാവിന് അത്രയും ബലമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആരാധനാ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അതിന്റേതായിട്ടുള്ള നെഗറ്റീവ്സിന്റെ അറ്റാക്ക് നമ്മൾ അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് അത്രയും ബോൾഡ് മൈൻഡ് വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കുറച്ച് സിനിമാ തിയേറ്ററിന്റെ ഒക്കെ ഉദാഹരണമൊക്കെ വെച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ആ ലെവലിൽ മനസ്സിനെ ബോൾഡാക്കി നിർത്തിയിട്ട് അകമേ ചിരിച്ചും കൊണ്ട് പുറമേ ശിശുക്കളായി നിൽക്കുന്ന വീട്ടുകാരോടൊപ്പം വെറുതെ സഹകരിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുക. അകമേ നമുക്കറിയാം
ഇതൊക്കെ വളരാത്ത കുട്ടികൾ കാണിക്കുന്ന പരിപാടിയാണ്. പക്ഷെ ഞാൻ വളർന്നു, എനിക്ക് എന്റെ ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ അടുത്ത് ഞാൻ പോയിരിക്കും, എന്റെ ഭാഗങ്ങളെല്ലാം ഞാൻ ക്ലിയർ ആക്കിയിരിക്കും, എന്റെ ജീവിതം, എന്റെ ശൈലി, എന്റെ കടമ, എന്റെ കർമ്മം ഞാൻ കറക്റ്റാ ചെയ്തിരിക്കും. എവരീ കാണിക്കുന്ന മത ചടങ്ങും കാര്യങ്ങളൊക്കെ അവരുടെ കൊച്ചുകുട്ടികൾ കാണിക്കുന്ന വെറും ബാലിശമായ കാര്യങ്ങളാണ്. വളർച്ചയില്ലാത്ത കാലത്തോളം എനിക്കും കൂടെ സഹകരിച്ചേ പറ്റുള്ളൂ എന്ന മനസ്സും വെച്ചുകൊണ്ട് നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങളുടെ മനസ്സ് കണ്ടുകൊണ്ട് ഒരു നെഗറ്റീവിനും വന്ന് ശല്യം ചെയ്യാൻ പറ്റൂല. കൂടെ ദൈവത്തിനുള്ള പ്രാർത്ഥനയും നിങ്ങളുടെ പ്രൊട്ടക്ഷൻ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് എവിടെ പോയാലും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചും കൊണ്ട് അവരെ കൂടെ സഹകരിക്കുന്നതെന്ന് കാണിച്ചും കൊണ്ട് വെറുതെ ചിരിച്ചുകൊണ്ട് നിൽക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് അത്രയും ബോൾഡാക്കി വളർത്തിയിരിക്കണം, അത് മറക്കരുത്. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.